ഇവിടെ എല്ലാവരും പറയാറുണ്ട്, ജീവിതാനങ്ങളൊക്കെ പറയാറുണ്ട്. എനിക്ക് അതേപോലുള്ള ജീവിത അനുഭവങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ ഇതിലുള്ള ചില കാര്യങ്ങൾ പറയാം. ഞാൻ പാലക്കാട് ജില്ല, മലപ്പുറം ജില്ല, ഇപ്പോഴത്തെ മലപ്പുറം ജില്ല പുലാമന്തോൾ പഞ്ചായത്ത് നിന്ന് 3-4 കിലോമീറ്റർ ഉൾപ്രദേശത്ത് കുരുവമ്പലം എന്ന ഒരു വില്ലേജിലാണ് എൻ്റെ സ്വാതന്ത്ര്യം കിട്ടി 8 വർഷത്തിന് ശേഷമാണ് എൻ്റെ ജനനം അവിടെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പഴയ തറവാട് വീടും ഒക്കെ പഴയ പോലെ തന്നെ മഴ പെയ്താൽ പാത്രങ്ങൾ ഒക്കെ എടുത്തു വെച്ച് അങ്ങനെയൊക്കെ പൊടിക്കഴിഞ്ഞ് 2-3 മുറി ഉണ്ടാവും. ഒരു 10-30 പേരോളം 4 അമ്മാവന്മാർ, 2 വല്യമ്മമാർ, ചെറിയമ്മ, പിന്നെ ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ 5-6 പേര്. അപ്പോൾ ഇഷ്ടം പോലെ. അതിൻ്റെ ഇടയിൽ അമ്മാവന്മാരുടെ അമ്മായിമാരൊക്കെ കൂടെ വരികയാണെങ്കിൽ എവിടെ ഇവരും കൂടി രാത്രി കിടക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമല്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിനും ഈ കിടക്കേണ്ട കാര്യത്തിനും ആരെയും സഹായിക്കാണ്ടില്ല. ഒരു കട്ടിലിൻ്റെ ചോട്ടിലാണെങ്കിൽ അവിടെ 5-6 മക്കൾ കിടക്കുക, പിടിക്കുക, അതിനെ പറ്റിയിട്ട് പ്രശ്നമില്ല. കട്ടുമ്പിലെന്തായാലും ഒരമ്മാവൻ ഉണ്ടാവും, ബാക്കിയുള്ളവരൊക്കെ ഭാര്യ വീടുകളിൽ പോകും. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലായിരുന്നു. പിന്നെ പാകം കഴിഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞിട്ട് കൂടെ ആർക്കും പ്രയോജനമില്ല. ഞങ്ങളുടെ കുടുംബം, ഞാൻ, എൻ്റെ മുത്തശ്ശി, അച്ഛൻ, അമ്മ, ഞങ്ങൾ 5 മക്കൾ, കൂടാതെ ഒരമ്മാവനും കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടാനുള്ള പാർട്ടീഷനിൽ വീടൊക്കെ അച്ഛൻ്റെ തന്നെ എല്ലാം നിർമ്മിച്ചു. ഒരുവിധം ചെറിയ ചുറ്റുപാടായി. എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുകയായിരുന്നു. അച്ഛൻ വില്ലേജിലെ പഴയ കോൽക്കാരൻ രാമനായിരുന്നു. പറഞ്ഞാൽ ആ ഭാഗത്തുള്ള എല്ലാവരും അറിയും. പെരിന്തൽമണ്ണ താലൂക്കിലെ പുലാമന്തോൾ വില്ലേജ് അല്ലെങ്കിൽ കുരുവമ്പലം വില്ലേജിലെ കോൽക്കാരനായിരുന്നു ഇപ്പോഴത്തെ വില്ലേജ് മാനേജർ. അച്ഛന് പാരമ്പര്യമാണ്. ചേരയിൽ തറവാട് എന്നായിരുന്നു എൻ്റെ അച്ഛൻ്റെ തറവാട്ട് പേര്. ഞങ്ങൾ കോഴിശ്ശേരിക്കൊരു. അപ്പോൾ ആ പാരമ്പര്യമായിട്ടാണ് അന്ന് മേനോൻ അധികാരി കോൽക്കാരൻ വരുന്നത്. അപ്പോൾ അച്ഛൻ അങ്ങനെ ബർമയിൽ എന്തോ ജോലി ചെയ്യുമ്പോൾ അമ്മാവൻ മരിച്ചിട്ട് പെട്ടെന്ന് വന്നിട്ട് ഈ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. കുറച്ച് കാലം ഉണ്ടായി, 10-15 കൊല്ലത്തോളം ജോലി ഉണ്ടായിരുന്നു നമുക്ക്. ഞങ്ങൾ 5 മക്കൾ. എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്, 2 അനിയന്മാരുണ്ട്. അവർ 8 അങ്ങോട്ടും 8 ഇങ്ങോട്ടും. എന്നേക്കാൾ 8 വയസ്സ് പുറകിലോട്ടും 8 വയസ്സ് മുന്നോട്ടും. എല്ലാം ഇങ്ങനെ ഒരു കുടുംബത്തിലെല്ലാം നടക്കുന്ന കാര്യങ്ങളൊക്കെ കൂടി നടന്നിരുന്നു. പഠിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 3 നാഴിക സ്കൂളിലേക്ക് പോകണം. ഒരു മാനേജ്മെൻറ്റ് സ്കൂളുണ്ട്. അവിടെയാണ് 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും. അത് കഴിഞ്ഞാൽ മിക്കവാറും സ്ത്രീകളെല്ലാം നിർത്തും. പിന്നെ പുലാമത്തോളത്തെ ഒരു 4 നാഴികയോളം പോകണം. അവിടെയാണ് പിന്നെ ഹൈസ്കൂളുണ്ട്. ഇല്ലെങ്കിൽ കുളത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, മലാപറമ്പ്, അങ്ങനെ അങ്ങോട്ട് പോകുന്ന അവിടെ. അപ്പോൾ അവിടേക്ക് പോകാറില്ല. 7-ാം ക്ലാസ്സോട് കൂടി ലേഡീസിൻ്റെയൊക്കെ വിദ്യാഭ്യാസം അന്നും നിൽക്കും. പിന്നെ കാശുള്ളവരൊക്കെ അങ്ങോട്ടേക്കും പോയി പഠിക്കും മാത്രം. കോളേജ് എന്ന് പറയുന്നത് ആ ഭാഗത്ത് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഞാൻ 64-ലാണ് ഞാൻ SLC പഠിക്കുന്നത്. SLC കഴിഞ്ഞ് ഞാൻ വേറെ ചരിത്രമൊന്നും പോകില്ല. എൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ നമുക്കിതൊന്ന് രക്ഷിക്കാം. കുടുംബചരിത്രമൊന്നും. 64-ൽ ഞാൻ SLC പാസ്സായി കഴിഞ്ഞാൽ പിന്നെ വേറെ മാർഗമൊന്നുമില്ല. കൊട്ട് പഠിക്കാൻ പോവുക. കൊട്ടെന്ന് പറഞ്ഞാൽ പഴയ ടൈപ്പ് റൈറ്റിംഗ് സോഫ്റ്റ്വെയർ. ഇതാണ് നമുക്ക് വെച്ചിട്ടുള്ളത്. കാരണം കോളേജിൽ പോകാനുള്ള മാർഗമില്ല, സാമ്പത്തികം അതിന് അനുവദിക്കുന്നതല്ല. അങ്ങനെ 11:15, 12:15, 1:15 ടൈമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടൈം. അപ്പോൾ അതിന് 3 കൂട്ടുകാരുണ്ട്. ഒരാൾ ഒന്നേ സ്ഥലത്ത് വരെ 3 കൂടി ഒത്ത് അങ്ങനെ പോകുന്നത് കുറേ കാലം ഉണ്ടായി. പഠിക്കലിൻ്റെ ആയിരുന്നു അതൊക്കെ, ഒന്നുമില്ല. അപ്പോൾ അതിനിടയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്യൂഷൻ എടുക്കാൻ പോകും ഒരു സ്ഥലത്ത്. എനിക്ക് വലിയ വിവരമൊന്നുമില്ല. പിന്നെ ഈ മുസ്ലിം മറ്റവരെ കുട്ടികളാണല്ലോ, അവർക്ക് എന്തെങ്കിലും വായിക്കാനുള്ളത് നോക്കണം എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് രാവിലെ പോകും. അവിടെ ചായയൊക്കെ കൂടി കുടിച്ച് പോരുക. അങ്ങനെ കുറേ കാലങ്ങളുണ്ടായി. അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 കിലോമീറ്റർ പാടത്ത് കൂടി നടക്കണം. എൻ്റെ വീട് എങ്ങനെയാ വെച്ചാൽ ഈ കംപ്ലീറ്റ് വയലിൻ്റെ അടുത്താണ്. നിങ്ങൾ കഴിഞ്ഞാൽ പാടമാണ്. അവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ പാടവും ഈ ഭാഗത്തേക്ക് പള്ളിയിലും. അങ്ങനെ വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. പുഴവെള്ളം വരെ കുറേ അടുത്തൊക്കെ വരും. പിന്നെ SLC മറ്റേതൊക്കെ കൂടെ കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞപ്പോൾ ജോലിയൊന്നുമില്ല. പിന്നെ ഒരു ഭാഗ്യത്തിനൊരു ബാങ്കിൽ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരൊരു 2 കൊല്ലം കൂടുമ്പോൾ എങ്ങനെയാലും പ്രസവിക്കാൻ ലീവ് എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ആ പ്രസവ ലീവിൽ എനിക്ക് ഒരു 5-6 മാസം ജോലി ചെയ്തു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം സഹായിച്ചിട്ട് കൊച്ചിൻ പോർട്ടിലെ ഒരു മറ്റേ ഇൻ്റർവ്യൂവിനല്ല റിട്ടേൺ ടെസ്റ്റിന് വന്നത്.
അപ്പോൾ എനിക്ക് ഈ കൊച്ചിൻ പോർട്ട് എന്ന് പറഞ്ഞ് കേൾക്കാൻ നല്ലത്, കൊച്ചി കേൾക്കാൻ നല്ലത്, ഈ പോർട്ട് എന്താണ് അതിൻ്റെ അർത്ഥം കൂടെ ശരിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് ഇപ്പോഴത്തെ കാര്യം അന്നത്തെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ടെസ്റ്റിന് വന്ന് നമ്മുടെ ബസ്സിലിട്ട് KSRTCയിലെ 11:30 പയ്യൻ പോയി അവിടുത്തെ പയ്യന്നൂരിൽ വരുമ്പോൾ നമ്മുടെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, സുശീല രാധാകൃഷ്ണൻ. അടുത്തടുത്തിരുന്ന് അങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു. അപ്പോൾ അവരുടെ കൂടെ വേറെ ഉണ്ടായിരുന്നു. നേരെ കൊണ്ടുപോയി കൊച്ചിയിൽ പോയി. നമുക്കറിയില്ല, അവർ പറയുന്ന പറഞ്ഞൂടെ നമ്മൾ പോകുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ടെസ്റ്റൊക്കെ കഴിഞ്ഞു. ടെസ്റ്റും ഇവിടുത്തെ നമുക്ക് വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒരു കൊല്ലത്തോളം കാത്തിരുന്നു. 1970 ഡിസംബറിൽ അപ്പോയിൻമെൻറ്റ് വന്നു. അപ്പോഴും സബ്ജക്ട് ടു മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ അതോടുകൂടി പോയിരുന്നേച്ച്. അപ്പോൾ അത് വെല്ലിംഗ്ടൺ ഐലൻഡ് നമുക്കറിയില്ല എന്താ എവിടെയെന്നുള്ളത്. അപ്പോൾ ഈ ഞങ്ങളെ മാനേജറുടെ ബാങ്കിലൊക്കെ ഉള്ള ഒരാളുണ്ട്. അയാളുടെ മകളെ കല്യാണം കഴിച്ചൊരു വീട്ടിലാർക്ക് വളഞ്ഞമ്പലത്ത് അയാളൊരു എഴുത്ത് തന്നു. ഈ വരുന്ന ആൾ നമുക്ക് വേണ്ടപ്പെട്ട ആൾ നമ്മുടെ സ്വന്തം ആളൊക്കെയാണ്, അതുകൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാത്രി വെളുക്കുന്നവരെ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ആരോടെങ്കിലും നടക്കാനുള്ള വഴിയുള്ളൂ എന്ന് പറയും. നമുക്കിപ്പോൾ എവിടേക്കായി നടക്കണം? തെക്കോട്ടോ കിഴക്കോട്ടോ പഠിക്കാത്തേക്ക് ഒന്നും അറിയാതെ ഇപ്പോൾ എവിടേക്കായി നടക്കണം? അവസാനം പറഞ്ഞ വളഞ്ഞമ്പലം എന്ന് പറഞ്ഞ മെഡിക്കൽ ടെസ്റ്റ് ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് ഇറങ്ങാൻ പറഞ്ഞു. അവിടെ പോയിട്ട് ഇറങ്ങിയിട്ട് ഒരു ഡീലക്സ് ഹോട്ടൽ ഉണ്ടായിരുന്നു നമുക്ക് പൈനാട്സാറിൻ്റെ അങ്ങോട്ട് പോകുന്നു. അവിടെ ചെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഈ ആൾക്കാർ തിരക്കല്ലോ, ഇതൊക്കെ കഴിഞ്ഞ് വെച്ചപ്പോൾ ഇതിപ്പോൾ അങ്ങ് പോയുള്ളല്ലോ എന്ന് പറഞ്ഞു ഈ ആളെ. എന്നിട്ട് അവർ പറഞ്ഞ് ഇന്ന സ്ഥലത്ത് പോയാൽ മതി. അപ്പോൾ വളഞ്ഞമ്പലത്ത് അങ്ങനെ ഒരു വീട്ടിൽ പോയി. പിറ്റേ ദിവസം അവരെന്നെ കൊണ്ടുപോയി ഇവിടെ കൊച്ചിൻ പോർട്ടിലെ മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് മെഡിക്കൽ എക്സാമിനൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഉദ്ദേശിച്ച ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് സംഗതി ശരിയാക്കി. അങ്ങനെ ഐലൻഡിക്ക് എന്നോട് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ഡ്രഡ്ജിങ് സൂപ്രണ്ട് ഓഫീസ് എന്ന് പറയും. ഇവർക്ക് 1-2 പേരൊക്കെ അറിയാം ഈ ഡ്രഡ്ജിങ് സൂപ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. നമ്മുടെ രാധാകൃഷ്ണനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള വഴിയെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും നടന്നു. ഹോസ്പിറ്റലിൽ നടന്ന് വീണ്ടും വന്നത് ഇവിടെ ടെർമിനസിൽ വന്നു. അങ്ങനെ ഇതിങ്ങനെ വന്നത് അങ്ങോട്ട് പോണേവരും വീണ്ടും അവസാനം പിന്നെ ആരോടൊക്കെ ചോദിച്ചാൽ ഈ ഓട്ടോ ട്രിപ്പ് എന്നൊക്കെ പൈസ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമുക്ക് അവിടുന്ന് വരുന്നതിന് ആരുടെ 10-25 രൂപ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ ഒരു ഓട്ടോ ഉണ്ടെങ്കിൽ പോകാനും പറ്റില്ല. അപ്പോൾ ആരോ നടന്ന് അവിടെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കിടക്കുന്നത്. 29/12/1970. പിന്നെ ഇതുമായിട്ട് കഴിഞ്ഞ പക്ഷേ കുടുംബത്തിലെ ബാധ്യത മുഴുവനായിരുന്നു. അതിനിടയിൽ അച്ഛൻ മരിച്ചു. എൻ്റെ ജോലി കിട്ടിയിട്ട് മരിക്കണമെന്ന് അച്ഛന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ 69 മാർച്ച് മാസം 25 അച്ഛൻ മരിച്ചു. 70 ഡിസംബറിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അതൊരു വലിയൊരു പ്രയാസമായിരുന്നു. അതോടുകൂടി എല്ലാം താറുമാറായി. മറ്റേതെന്ന് പറഞ്ഞാൽ അച്ഛൻ ഈ വില്ലേജ് ബാങ്ക് കോഴിക്കാരിൽ നിന്ന് എനിക്ക് എല്ലാ കൃഷി കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റേഷൻ കാർഡുകളെല്ലാം സിവിൽ സപ്ലൈസ് ഓഫീസിൽ തടയും. പിന്നെ 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഇത് ശരിയാക്കുക. അതിനിപ്പോൾ ഈ ആൾക്കാർക്ക് അവിടെ പോണതിന് വരെ അച്ഛൻ പെരിന്തൽമണ്ണ പോകുമ്പോൾ സപ്ലൈ ഓഫീസും താലൂക്ക് ഓഫീസും അവിടെ ശരിയായിക്കോട്ടെ. അപ്പോൾ ആ ഒരാഴ്ചത്തെ റേഷൻ ഈ നന്നാക്കുന്നതിനൊക്കെ ഞങ്ങൾ വാങ്ങിയതിന് ശേഷം അവർക്ക് കൊടുക്കും. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. എനിക്കോ ബാക്കിയുള്ളതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ അച്ഛൻ്റെ മരണത്തോടും ഇതെല്ലാം നിന്നില്ലേ. പിന്നെ അച്ഛന് ലാസ്റ്റ് സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇരിക്കായിരുന്നു. നന്നായി ഇരിക്കായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ മറ്റേ അന്ന് ഈ കച്ചവടം ഉണ്ടാവും. ഈ നമ്മുടെ ഈ പറഞ്ഞ തീയർക്ക് അതായിരുന്നു പോയി. അച്ഛൻ അവരുടെയൊക്കെ സ്വന്തം ആളായിരുന്നു. എല്ലാവരുടെയും സ്വന്തം ആളായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഉണ്ടായിരുന്നു. അത് പറഞ്ഞാലൊന്നും കേൾക്കില്ല. എന്നെക്കാളും ഒന്നും കൂടെ നീളം ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനും. കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഫിഗറായിരുന്നു. അല്ല അപ്പോൾ ആരോടും പറഞ്ഞാൽ കേൾക്കില്ല. പിന്നെ അതിന് സ്ഥിരമായിട്ട് അച്ഛനെ കൂട്ടാൻ അച്ഛനല്ല അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെ കൂട്ടാനായിട്ട് വൈകുന്നേരം ആയാൽ അവരതിനുള്ള ചുറ്റുപാടുകളും ബാക്കിയൊക്കെ ഉണ്ടാക്കി അവിടെ ഒരു പരിപാടിയൊക്കെ നടത്തും. അങ്ങനെ ഈ അൾസർ കുറിച്ച് പറഞ്ഞു ഒരു. അപ്പോൾ അങ്ങനെ അപ്പോൾ ചില ദിവസം അച്ഛൻ പോകാത്ത ജോലിക്ക് എന്നോട് പോയിട്ട് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ മുമ്പ് ഇടയ്ക്ക് അവിടെ എൻ്റെ കടലാസ് കൊടുക്കാനുണ്ട് അധികാരി ഒരു കുഞ്ഞാക്കുവാറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ അങ്ങേർക്ക് വയ്യെങ്കിൽ വരണ്ട, നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തരും സഹായിക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഈ അച്ഛൻ്റെ മരണത്തോടു കൂടി കുടുംബം ആകെ താറുമാറായി. അപ്പോൾ വീട്ടിൽ പെങ്ങൾ മൊത്തം എൻ്റെ ഓഫീസ് 4 മക്കളും അവിടെ ഉണ്ട്. അമ്മമാർന്ന് എൻ്റെ മുത്തശ്ശി, പിന്നെ ഞങ്ങൾ 3 അങ്ങനെ ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ട്. വരുമാനമൊന്നുമില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് ഇവർക്കുണ്ട്. പലരും
അളിയന് ജോലിയൊന്നും ഇല്ലായിരുന്നു. പെങ്ങളുടെ അളിയൻ അവർക്ക് 4 കുട്ടികളുണ്ട്. അവർ ഈ കുറച്ച് ദൂരെയായിരുന്നു, വരും പോവും അങ്ങനെയുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ശമ്പളം കൊണ്ട് 273 രൂപ 10 പൈസയാണ് എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടുന്നത്. ഞാനിവിടെ ജോയിൻ ചെയ്ത് രാമകൃഷ്ണൻ നായർ എനിക്ക് 20 രൂപയും കൂടെ തന്നിട്ടാണ് ആ മാസം ഒരു മാസത്തിൻ്റെ കാര്യം ഒപ്പിക്കാൻ പറ്റി. രാമകൃഷ്ണൻ നായർ മരിച്ചു. അപ്പം അങ്ങനെ ആരെങ്കിലും കൂടെ അത് ചെയ്തിട്ട് കാരണം വെച്ചാൽ നമുക്ക് അവിടുന്ന് ഇങ്ങോട്ടൊന്നും വരുത്താൻ ഇവിടുന്ന് വരണേറ്റം പണ്ടൊക്കെ കൊടുത്താൽ നല്ലത്. 273 രൂപ 10 പൈസ ഒരു ശമ്പളം കിട്ടും. പിന്നെ കാലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ മറ്റേ എൻ്റെ അനിയനെ ഞാൻ 78-ൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. 79 ഞങ്ങളിവിടെ സ്ഥലം വാങ്ങി ഇവിടെ വീട് വെച്ചു. 80-81 ഞങ്ങളുടെ വീട് ഇവിടെ വെച്ചിട്ട് താമസിക്കുന്ന സ്ഥലത്ത് വെച്ചു. ഞാൻ കല്യാണം കഴിഞ്ഞ് വൈഫിനെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ കല്യാണം കൊഴിഞ്ഞാൽ അപ്പം തന്നെ കൊണ്ടുവന്നില്ല. 78-ൽ കല്യാണം കഴിഞ്ഞ് വേഗം പോകുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഡ്രഡ്ജർ ഉണ്ടായിരുന്നു, മണ്ണുമാന്തി കപ്പല്ലേ. അപ്പം ഞാൻ ഈ ഓവർടൈം കിട്ടും. ഈ ഓവർടൈം കിട്ടുന്ന ആവശ്യത്തിന് വേണ്ടി ഓഫീസിൽ നല്ല അറിയാം. ഓഫീസിലൊക്കെ ഞാൻ എവിടെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെ എൻ്റെ കൺട്രോളിൽ വരുത്തിയിട്ട് തന്നെ ഞാൻ എല്ലാ ഓഫീസിലും പോയിട്ടുണ്ട്. ഈ OT കിട്ടില്ല ഇവിടെ, ഈ ഓഫീസിൽ നിന്ന് OT കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ അതിന് പോകാൻ വേണ്ടി തീരുമാനിച്ച് ഡിസംബർ മാസത്തിലായിരുന്നു അത് അങ്ങോട്ട് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പോയി. അവിടെ ചെന്ന് കപ്പൽ തലേ ദിവസം അവിടുന്ന് മറ്റേ ഡ്രഡ്ജറുണ്ട്, ലോഡ് വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞ ഡ്രഡ്ജറുണ്ട്. അത് ഇവിടുന്ന് ടോ ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം അവിടെ പിക്കിങ് കഴിഞ്ഞിട്ട് ഡ്രഡ്ജിങ് നടക്കും. ഈ നമ്മുടെ മറൈൻ ഡ്രൈവൊക്കെ ഉണ്ടാക്കിയ കപ്പലാണ് ലോഡ് വെല്ലിംഗ്ടൺ എന്ന് പറയുന്നത്. ഈ സാധനം തലേ ദിവസം അവിടെ കൊണ്ടുപോയിട്ടു. അന്ന് ഇങ്ങനെ മുഴുവൻ പിക്കിങ് ഒന്നും ആയില്ല. അവിടേക്ക് എഞ്ചിനീയർമാരൊക്കെ ആ സമയം കഴിയുമ്പോൾ അവരുടെ കഴിഞ്ഞാൽ പോയല്ലോ. ആ രാത്രി അന്ന് എല്ലാം കൂടെ പോകേണ്ടതായിരുന്നു. അന്ന് അത് പോയില്ല. പക്ഷേ പിറ്റേ ദിവസം ഞങ്ങൾ ഡ്യൂട്ടിയൊന്നുമില്ല, പണിയൊന്നുമില്ല. ഈ പേരൊക്കെ കൂടി ഉണ്ടാവും, കുറച്ച് പണി അറ്റൻഡൻസ് കിട്ടുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാപ്പാട് അവിടെ കുക്ക് ഉണ്ടാക്കി തരും, കിടക്കാനുള്ള നല്ല സൗകര്യം ഉണ്ടാവും, ബർത്ത്, അങ്ങനെയുള്ള എല്ലാ കാര്യവും. പിന്നെ ഞാൻ അവിടുത്തെ മാഷല്ലേ, അപ്പോൾ മാഷക്ക് നല്ല സ്ഥാനം, ഓഫീസർമാർക്കുള്ള സ്ഥാനം മാഷക്കും കിട്ടും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. ഉച്ചയോട് കൂടിയിട്ട് ഭയങ്കര തിര വന്നിട്ട് എന്ത് ചെയ്തു, ഇതിനകത്തേക്ക് ഈ ഡ്രഡ്ജറിനകത്തേക്ക് വെള്ളം കയറുകയാണ്. വെള്ളം ഇങ്ങനെ തിരിഞ്ഞു പോയി. മാഷുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ ശരിക്കും ഉത്തരവാദിത്തപ്പെട്ട ജോൺ എന്ന് പറയുന്ന ഒരാൾ, അയാളുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ ഇതിങ്ങനെ അവസാനം ചെരിഞ്ഞ് ഇങ്ങനെ അപ്പോൾ നമ്മളെന്താ ഈ ബാരലിൻ്റെ കംപ്ലീറ്റ് മറ്റേ ഓയിൽ അതിന് കൊണ്ടുപോയി അടച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് കപ്പൽ നിറയുമ്പോൾ ഇത് അങ്ങോട്ട് പോകും. അപ്പോൾ ഇത് കാണാൻ നിൽക്കുകയാണ്. ഞങ്ങളിതോടെ കുറച്ച് 2-3 ആൾ ഇത് കാണാൻ നിൽക്കുക. ഇത് അങ്ങോട്ടും വേണ്ടി ചെരിഞ്ഞിങ്ങനെ പോവല്ലേ. അവസാനം പറഞ്ഞു ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാനുണ്ടായിരുന്നു, അവരൊക്കെ കൂടി ഉണ്ടായിരുന്നു. അവസാനം ഇറങ്ങി വന്നപ്പോഴേക്കും ഇത്ര വെള്ളമായി, താഴത്തെ കൂടി അങ്ങോട്ട് പോകണ്ടേ. അപ്പോൾ അതാണ് നോക്കണേ എൻ്റെ ഭാവി. ഞാൻ അതാ ഈ ഗുരുകൃഷ്ണനെയൊക്കെ ഒരു ഗുരുവായൂരത്തപ്പൻ എന്ന് പറയുന്ന ഒരു ഫിഷിംഗ് ബോട്ട് വന്ന് അങ്ങോട്ട് നീന്താൻ പറഞ്ഞു. ഇവിടുന്ന് കേട്ട് ഇതിലിട്ടുണ്ട് ഈ സാധനം തലയിലിട്ട് തന്നു ഒരു ലൈഫായി. ഞാൻ വിചാരിച്ചു അതോടുകൂടി ഞാൻ അങ്ങ് മുങ്ങി പോകുമെന്ന് വിചാരിച്ചു. അതൊരു വെയിറ്റുമല്ലേ. അപ്പം അങ്ങനെ വിചാരിച്ചപ്പോൾ രാജഗോപാലൻ ഉണ്ടായിരുന്നു, ഒരു ലസ്കർ പറഞ്ഞു, മാഷെന്തിന് പേടിക്കണേ, ഞാൻ മരിച്ചാലും മാഷ് മരിച്ചു, ഇവിടെ ചാടെന്ന് പറഞ്ഞു. ഞാൻ അയാളെ ദേഹത്തേക്ക് ചാടി. അയാളെ പിടിച്ചുകൊണ്ടപ്പോൾ ആ ഗുരുവായൂരപ്പം പോയിട്ട് അടിക്കില്ല, ഇവിടെ ചെന്നിട്ട് മുട്ടുന്നുണ്ട്. അങ്ങനെ അതിനകത്ത് കയറി ഉടനെ തന്നെ എന്ത് വെള്ളം വേണമെന്ന് പറഞ്ഞു. കൊണ്ടൊക്കെ വരണ്ടു പോയില്ലേ, ഇത് പോകുമെന്ന് വിചാരിച്ചിരിക്കില്ല നമ്മൾ. ആ സ്ഥാനത്തിന് അവിടെ ചെന്ന് അവർ തന്ന വെള്ളവും കുടിച്ചു. മീൻ വെള്ളം എന്ത് വെള്ളമാണെങ്കിലും നമ്മളത് കുടിച്ചു. അപ്പം അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ എന്തെല്ലാം വേണമെന്ന് ആഗ്രഹിച്ചോ അത് മുഴുവൻ ദൈവം തന്നിട്ടുണ്ട്. എത്ര കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ എല്ലാവരും സെറ്റിൽഡാണ്, പെങ്ങന്മാരും കുട്ടികളും ബാക്കി എല്ലാവരും. എനിക്ക് 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. എൻ്റെ മോൻ കുറേ കാലങ്ങളോളായിട്ട് പുറത്തായിട്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ അവൻ പോയ എല്ലാ സ്ഥലം മദ്രാസ്, ഡൽഹി, മദ്രാസ്, ദുബായ്, അബുദാബി, പിന്നെ ഖത്തർ, ഇത്രയും സ്ഥലങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി. ആദ്യം പ്ലെയിൻ കയറ്റാൻ കൊണ്ടുപോയി. അതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ ഇവിടുന്ന് അമ്മയും ഞാനും ഇവിടെ പോയിട്ട് ബാംഗ്ലൂർക്ക് പ്ലെയിൻ കയറിയിട്ടില്ലായിരുന്നു. ഒരു കാലത്ത് നിന്ന് ബാംഗ്ലൂർ കൊണ്ടുപോയി അവിടെ താമസിച്ച് ഇങ്ങനെ ഒരു നല്ല പോസ്റ്റിൽ നിൽക്കുന്നു. മോളുടെ പഠനത്തിൻ്റെ സെൻട്രൽ സ്കൂളിലാണ് മോള് പഠിച്ചത്. മോൻ പഠിച്ചതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരുവിധം കുട്ടികളൊക്കെ മറ്റേ നമ്മുടെ എബ്രാമടത്തിൽ പോകുന്നത് ഓട്ടോറിക്ഷയ്ക്കാണ്. എൻ്റെ മോൻ നടന്നിട്ട് തന്നെ പോയി, വായുടെ കയ്യും പിടിച്ചിട്ടാണ് പോയി. അപ്പോൾ എൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്കതിന് അന്ന് ക്യാഷിലേക്ക് അത്ര ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്തെങ്കിലും പറയാം, നാട്ടിൽ പോയി വരുമ്പോഴേക്കും വീണ്ടും ഇവിടെ വന്ന കടമാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ കടകളിൽ കടമായിട്ടുണ്ടാവും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ടുണ്ടാവും.
അപ്പോൾ ഇത് അങ്ങനെ ഒരുവിധം ഇതിലൊക്കെ പോയി എന്ന് പറയാം. അതൊക്കെ നിറഞ്ഞ ചെയ്തു. മറ്റേ മോളിവിടെ സെൻട്രൽ സ്കൂളിൽ പഠിച്ചു. അവിടെ നല്ല മെറിറ്റ് തന്നെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞത് ഇവിടെ കായംകുളത്തുനിന്ന് ലഫ്റ്റനൻറ്റ് കേണലായിട്ട് വർക്ക് ചെയ്യുന്നു ആർമിയിൽ. ഇപ്പോൾ ഡൽഹിയിലാണ്. അവൻ യൂറോളജി സർജനാണ്. മോള് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാണ്. ഒരു 2 വർഷമായി ഇപ്പോൾ മസ്കറ്റിലാണ്. ഒരു പെൺകുട്ടിയും. ഇതാണ് എൻ്റെ ഫാമിലി. വൈഫുണ്ട്, അത്യാവശ്യമൊക്കെ ആയിട്ട് നടക്കും. ഞാനാണെങ്കിൽ എനിക്കൊരു ഒഴിവില്ലാത്ത പോലെ ഇങ്ങനെ പല കാര്യങ്ങളായിട്ട് നടക്കുന്നത് വലിയ സംഭവമുണ്ട്. അങ്ങനെ നടക്കുന്നു. എന്തായാലും ദൈവം തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഭഗവാൻ ആക്കുന്നുണ്ടായി. ഞാൻ മാത്രമല്ല, അതിപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരും നോക്കുന്നതും കൊണ്ട് എല്ലാം അമ്മാനോട് ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഗുണം ഒക്കെ അത് എൻ്റെ കുട്ടികൾക്കും കിട്ടി. കുട്ടികളും അവളാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ പഠിച്ചു. അപ്പോൾ ഞാൻ 2004 ഞാൻ റിട്ടയർ ചെയ്തു. 2006 റിട്ടയർ ചെയ്തു. 2006 റിട്ടയർ ചെയ്തിട്ട് ഒരു 7 കൊല്ലം 8 കൊല്ലം ഞാനിവിടെ ഒരു വൈറ്റില ഒരു സയൻറ്റിഫിക് എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു സ്വാമിയുടെ നാരായണ സ്വാമിയുടെ കമ്പനിയിൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ പിന്നെ മോട്ടറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത് റിസൈൻ ചെയ്ത് പോയതാണ്. ഇപ്പോഴും ആ ബന്ധം നിലനിൽക്കുക. 2006 പറഞ്ഞിട്ട് 14, 16 വരെയൊക്കെ 2006, 8 കൊല്ലം ഞാൻ അവിടെ ജോലി ചെയ്തു. അപ്പോൾ അവിടെ നിന്നുള്ള താമസ പൈസ കിട്ടിയതുകൊണ്ട് എൻ്റെ മോളുടെ പഠനത്തിന് യാതൊരു തരത്തിലുള്ള, പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയിരുന്നുകൊണ്ട് ചിലവ് വളരെ കുറവായിരുന്നു. ഒരു 500 റുപ്യ 600 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി എല്ലാം കഴിയായിരുന്നു അന്ന്. അപ്പോൾ അതുകൊണ്ട് അതും ഭംഗിയായി അവിടെ നല്ല